നമുക്കിത് അൺമാസ്കിംഗ് അനോമലീസിൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യും. നിങ്ങൾക്കറിയാം, നിസ്സാരം എന്ന് പറഞ്ഞ ചാനലിലെ അനന്തരാമൻ പുള്ളിക്കാരൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്തെ ചില സെക്ഷൻസ് എടുത്തിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഈ അനന്തരാമൻ നിസ്സാരം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് വളരെ സൂത്രത്തിൽ കടത്താൻ ശ്രമിക്കുമ്പോൾ, വൈശാഖ് തമ്പിയെ പോലെയുള്ള അല്ലെങ്കിൽ നിസ്സാരത്തിനെ പോലെയുള്ള ആളുകൾ സൂത്രത്തിൽ കടത്താൻ ശ്രമിക്കുമ്പോൾ ഇത് അതാണ് എന്ന് കാണിക്കൽ മാത്രം നമ്മുടെ ഉദ്ദേശമുള്ളൂ. ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂല് ഈ പറയുന്ന പല സയൻസ് പ്രൊമോട്ടേഴ്സും ഇൻക്ലൂഡിങ് വൈശാഖൻ തമ്പി അതുപോലെ തന്നെ അനന്തരാമനൊക്കെ അവരുടെ ATS എന്ന് പറയുന്ന ആശയം അവരുടെ ചാനലിൽ കൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാദം. അതായത് അത് സൂത്രത്തിലാണ് കടത്തുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ചാനൽ ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ദൈവവിശ്വാസം എങ്ങനെയാണ് കടത്തുന്നത്? ATSM ഒരു ആശയമാണ്, ദൈവവിശ്വാസം മറ്റൊരു ആശയമാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ATSM അവരുടെ ആശയം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആശയം പറയുക. അതിൻ്റെ അകത്ത് പുള്ളി സൂത്രത്തിൽ കടത്തുന്നുണ്ടോ പരോക്ഷമായിട്ട് കടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു അർത്ഥം എന്താ? അതായത് ഇവർ മാന്യന്മാരാണ്, മറ്റൊരു സൂത്രത്തിൽ കടത്തുന്നുണ്ട് എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? നിങ്ങൾ പരോക്ഷമായിട്ട് ഇവിടെ നിന്ന് പറയുന്ന മൊത്തം എന്താ? ദൈവവിശ്വാസം ദൈവം ഉണ്ടെന്നുള്ള കാര്യമാണ്. പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുകൂടി? ഇതൊരു കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയല്ലേ? ഇനി ഓരോ ക്ലിപ്പായിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, ഇന്റർനെറ്റ് കണ്ടിട്ടുണ്ട്. എത്തിസിനെ ഭയങ്കര, ബാക്കി എല്ലാവരോടും ഭയങ്കര പുച്ഛം. അതെനിക്ക് തോന്നുന്നു കംസ് ഫ്രം ദ, ചിലർക്ക് വിചാരം, എനിക്കും അറിഞ്ഞൂടെ, എനിക്ക് ചിലപ്പോൾ മെസ്സേജ് കിട്ടും, ഓ യു തിങ്ക് എത്തിസം ഇസ് വെരി കൂൾ. നോ, ഐ ഡോണ്ട് തിങ്ക് എത്തിസം ഇസ് വെരി കൂൾ. ATSM കൂൾ അല്ല എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മുഖഭാവമുണ്ട്. അതേ മുഖഭാവം തന്നെയാണ് പുള്ളി തീസത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഉണ്ടാകുന്നത്. പക്ഷേ ഇവര് ATSM കൂൾ അല്ല എന്ന് പറയുന്ന ആ മുഖഭാവം മിണ്ടത്തില്ല. പകരം എന്ത് ചെയ്യും? തീസത്തിനെ കുറിച്ച്, ദൈവവിശ്വാസത്തിനെ കുറിച്ച് പുള്ളി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറയുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് പുള്ളിയുടെ മുഖഭാവം ശ്രദ്ധിക്കാനായിട്ട് കാണിച്ചു തരാം. ഗിവൺ എ ചോയ്സ്, എനിക്ക് ഒരു പ്രശ്നമില്ല ദൈവത്തിൽ വിശ്വസിക്കാൻ. ഞാൻ ഭയങ്കര നാച്ചുറലി ഒരു എത്തിസ്റ്റ് ആയത് ഫ്രം എൻ്റെ ഈ വായനയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും ഇത്രയും പഠിച്ചതെന്ന് ഞാൻ അല്ലാണ്ട് എനിക്ക് കൂളാവാൻ വേണ്ടി എത്തിസ്റ്റ് ആയ ആളൊന്നും അല്ല ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലർക്ക് വിചാരമുണ്ട് എത്തിസ്റ്റ് എന്തോ ഭയങ്കര സുപ്പീരിയർ ബിലീഫാണ്. അത് ഭയങ്കര ബോറാ. അത് ഇങ്ങനെ എത്തിസ്റ്റ് ആവാൻ വേണ്ടി എത്തിസ്റ്റ് ആവുക, മറ്റുള്ളവരെ പുച്ഛിക്കാൻ വേണ്ടി എത്തിസ്റ്റ് ആവുക. ഈ പുച്ഛവും എല്ലാം വരുന്ന ഒരു ലാക്ക് ഓഫ്, ഒരു വിവരമില്ലായ്മയിൽ നിന്നാണ് ഈ പുച്ഛവും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വരുന്നത്. കുറച്ചും കൂടി പുള്ളി ബേസിക്കലി എത്തിയസത്തിനെ കുറിച്ചും അത്ര വലിയ ഒരു അഭിപ്രായത്തിൽ, പുള്ളി ഒരു എത്തിയസ്റ്റ് ആണ്. പക്ഷേ ഈ ചില ആൾക്കാരുണ്ട് എത്തിയസ്റ്റുകൾ, അവർ ഒരു ട്രെൻഡിനൊപ്പം പോകുന്ന ആൾക്കാരുണ്ട്. പുള്ളി അവരെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ചില എത്തിയസ്റ്റുകളെല്ലാം ഈ വിശ്വാസികളൊക്കെ ഭയങ്കരമായിട്ട് പരമപുച്ഛം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ലെന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഇവർക്കതല്ല പ്രശ്നം. പുച്ഛിക്കൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ചാണ് തള്ളണ്. ഞാൻ നാച്ചുറലായിട്ട് എത്തിച്ചായി പോയതാ. പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വിവരവും വിദ്യാഭ്യാസവും എൻ്റെ ഒരു കഴിവും ഇതൊക്കെ വെച്ചപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വച്ചങ്ങ് പുച്ഛിക്കണേ. മറ്റേ ചോദ്യത്തിന് പുള്ളി പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു നല്ല മനുഷ്യൻ. ശരി, അങ്ങനെ പുച്ഛിക്കുന്നതിനൊക്കെതിരാണ്. അനന്തരാമൻ തീസ്റ്റുകളെ, ദൈവവിശ്വാസികളെ പുച്ഛിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ആ പുച്ഛിക്കുന്നതിനെ ഇവന്മാർ കളിയാക്കുന്നതും ആ കാര്യത്തിനെ പുച്ഛിക്കുന്നതിനും ഇവന്മാർക്ക് കണക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഇവരുടെ ഇതിൻ്റെ അകത്ത് അങ്ങനെ എങ്ങനെ മറ്റേതാ മറിച്ചത് അങ്ങ് ഭയങ്കരമായിട്ട് കളിയാക്കുക, പിന്നെ അങ്ങ് പുച്ഛിച്ച് വിടുക. ATSTകൾക്ക് നിങ്ങൾ തന്നെ പറയുന്നതാണ് കൃത്യമായിട്ട് മോറൽ വാല്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന്. ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ ദൈവവിശ്വാസികൾ അങ്ങനെയാണോ? നിങ്ങൾക്ക് മുകളിൽ ഒരു ദൈവമില്ലേ? മറ്റുള്ള ഒരാൾ എന്ത് മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാലും കളിയാക്കേണ്ടത് അത്ര ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചിന്തിച്ച് നോക്ക്. അല്ലെങ്കിൽ മറ്റൊരാളെ പുച്ഛിക്കാൻ പറ്റുമോ? അതായത് പുച്ഛിക്കുന്നവനെ പുച്ഛിക്കുകയാണ്, പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് വീണ്ടും വീണ്ടും അവനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ നിങ്ങളും അവനും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നാമത്തെ കേസ് അനന്തരാമൻ ATSTകളോട് പറയുന്ന അതേ മുഖഭാവം തന്നെയാണ് ദൈവവിശ്വാസികളോട് എടുക്കുന്നത്. പക്ഷേ ഇവർ ATSTകളോട് പറയുന്ന മുഖഭാവം എടുക്കുന്നില്ല. തീസ്റ്റുകളോട്, ദൈവവിശ്വാസികളോട് പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിൻ്റെ മുഖഭാവം എടുത്തിട്ട് എന്നിട്ട് പറയും ഇവന് ഭയങ്കര പുച്ഛമാണ്. എന്താ ലോജിക്ക്? അവരെനിക്ക് ഒരുപാട് നേരം അവരുടെ പോയ അമ്പലങ്ങളുടെ കാര്യവും അവർ പോയി അപ്പം നടയടച്ചൊക്കെ ആയിരുന്നു, അതായിരുന്നു ഇതായിരുന്നു എല്ലാം തലയാട്ടി ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഞാൻ എന്ത്, പക്ഷെ ഒരാൾക്ക് ഓക്കെ ജെന്റിമേറ്റ് പുച്ഛ അവരെ അമ്പലത്തിലൊക്കെ പോയ കഥയൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും പറയാൻ പോയില്ല, ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ഈ സേഫ്. പിന്നെ എന്തു ചെയ്യണ്ടേ? നിങ്ങളൊരു എത്തിയസ്റ്റാണ്, നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ല. ഒരു വിശ്വാസി വന്നിട്ട് നിങ്ങളോട് അമ്പലത്തിൽ പോയ കഥകളും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ തന്നെ തർക്കിക്കുകയാണോ ചെയ്യേണ്ടത്? പറയുന്ന കാര്യം ഓക്കെ ശരി, നിങ്ങളുടെ ഫ്രണ്ട് കൂടെ ആണെങ്കിൽ ഓക്കെ, തലയാട്ടി സമ്മതിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ. അതിനും പ്രശ്നവന്മാർക്ക് എന്ത് ചെയ്താലും പ്രശ്നം. ഒരു പ്രശ്നമില്ലായിരിക്കുന്ന ഒരു തന്നെ പിടിച്ചിട്ട് റിയാക്ട് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കുക. അതായത് ഇവരുടെ അജണ്ട എന്താണെന്നറിയോ? സയൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ ആൾക്കാരെയും പിടിച്ചിട്ട് റിയാക്ട് ചെയ്യാൻ നോക്കുക. ഫെമിനിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ ആൾക്കാരെയും പിടിച്ചിട്ട് റിയാക്ട് ചെയ്യാൻ നോക്കുക.
ഓക്കെ. പിന്നെ പുരോഗമനപരമായിട്ട് എന്താശയം വെക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരാൾ വീഡിയോ ചെയ്യുന്നുണ്ടോ അവരെ പിടിച്ച് റിയാക്ട് ചെയ്യുക. ഇതിനെല്ലാത്തിനും ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓരോ ആൾക്കാരെ വെച്ചിട്ടുണ്ട്, മനസ്സിലായി? അവരാണ് ഇവിടെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇവരുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ, അതായത് പുരോഗമനം പറയുന്ന ആൾക്കാരുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക് ആൾക്കാർക്ക് വിവരം വെക്കും, അല്ലെങ്കിൽ ആൾക്കാർ ആ ട്രെൻഡിലോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും? മതവിശ്വാസം കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരും. ഈ തട്ട് താഴാൻ പാടില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് ബാലൻസ് ചെയ്യും. ഇങ്ങനെ ഇതാണ് ഇവരുടെ പരിപാടി. നീ കാണിച്ചു തരാം. ചിലർ ഇതുപോലെ കംഫർട്ടിന് വേണ്ടി വിശ്വസിക്കുക. അവർ ലോജിക്കലി ഇരുന്ന് അരമണിക്കൂർ ചിന്തിച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാവും അവരുടെ വിശ്വാസം അത്ര സെൻസ് ഉണ്ടാക്കുന്നില്ല. ഒരാൾ ഇമോഷണലി ഒരു സാധനത്തിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അയാൾ അതിനെ എങ്ങനെ വേണമെങ്കിലും റാഷണലൈസ് ചെയ്യും. പരമപുച്ഛം. ഇതിനേക്കാൾ പുച്ഛിക്കാൻ പാടില്ല. പരമപുച്ഛം. എന്നിട്ട് ചിരിക്കുക. കളിയാക്കി ചിരിക്കുന്നതിന് ഒരു പരിധി. എങ്ങനെയാണ് ചിരിക്കുന്നത്? ഒരു ഇതുമില്ല. എന്താ നിങ്ങൾ അവരും തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരൻ പുച്ഛിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ ഇല്ലാത്തടത്ത് പുച്ഛം കൊടുക്കുക ചെയ്യുന്നത്. പുച്ഛിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഏത്തിയസ്റ്റുകളെ പറയുന്നതിൻ്റെ അകത്തും ഒരു എന്താ പറയണ്ടേ, ഒരു അയാളുടെ മുഖഭാവമൊക്കെ അതേ രീതി മാറാതിരിക്കണം. പക്ഷെ അത് മാറിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ഇവരിരുന്ന് ചിരിക്കുമ്പോഴത്തേക്കും മൊണ്ണകളാണോ നിങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇമോഷണലി ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് അത് മാറ്റാൻ. ഇത് ഇയാൾക്ക് ആപ്ലിക്കബിൾ ആണ്. അതെ. ഇമോഷണലി ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ പടം നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ അങ്ങനെയാണല്ലോ തീസം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് വെച്ച് തീസത്തിനും എത്തിയസത്തിനും ഏകദേശം കട്ടയ്ക്ക് നിൽക്കുന്ന ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇതുവരെ ഇത് കംപ്ലീറ്റ്ലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി തീസോ എത്തിയസോ എന്ന് പറയുന്ന കുറച്ച് ആർഗ്യുമെന്റ് എടുത്തതിന് ശേഷം വിശ്വസിപ്പിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ നല്ലൊരു എത്തിയസിൻ്റെ അടുത്തോട്ട് പോയി നോക്കൂ. ഞാൻ പ്രൊഫഷണൽ അല്ല, പക്ഷേ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്കൂ. അവർക്ക് കൃത്യമായിട്ട് ഓരോന്നിനും കൃത്യമായിട്ട് ആർഗ്യുമെന്റ് ഉണ്ട്. ഇവർ ഇൻഫിനിറ്റ് റിഗ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റൊരു ആർഗ്യുമെന്റ് വരും. ഇവർ മറ്റേ കൊസാലിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം മറ്റേ പ്രോബ്ലം ഓഫ് ഈവിൾ എടുത്തുകൊണ്ട് വരും. മറ്റൊരു വേറൊരെണ്ണം സാധനം പറയുമ്പോൾ നാച്ചുറൽസ് എടുത്തുകൊണ്ട് വരും. ഇങ്ങനെ പല സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത് കോൺഫ്ലിക്റ്റ് ആയിട്ട് 10,000-2000 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഇതിന് കൃത്യമായിട്ട് ഉത്തരവൊന്നും നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇങ്ങനത്തെ ഗതികേട് വരുമോ? ദൈവം ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റുഡിയോ ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കണ്ടേ? അതിന് ഉത്തരം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് മാത്രം എല്ലാത്തിനും ഉത്തരവുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിനപ്പുറത്തേക്ക് എന്ത് പുച്ഛമുള്ള പറയാനുള്ളത്? ഇനി അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് തെറി പറഞ്ഞാൽ ശരിയാണ്. മറ്റേ പുള്ളിക്കാരി ഉദ്ദേശം മറ്റേ ടീമാണ്. അവർ തെറിയും കൂടി പറയാൻ, ഐ മീൻ അറപ്പുള്ള വർത്താനങ്ങൾ അവരെ പറ്റി പറയുന്നുള്ളതാണ് ഇത് ഉദ്ദേശിച്ചത്. പുച്ഛത്തിന് കാര്യം നോക്കുകയാണെങ്കിൽ ഇതിലും മുകളിലേക്ക് ഒരു പുച്ഛം, ഇതിക്ക് മേലെ വെക്കുകയാണെങ്കിൽ ആരെങ്കിലും കാണിച്ചത് അതിന് മുകളിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞു. കാരണം അതുപോലെ കളിയാക്കി പുച്ഛിച്ചിട്ടുണ്ട് നിങ്ങൾ പുള്ളിക്കാരനെ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇവിടെ അൾട്ടിമേറ്റ് പുച്ഛം നടത്തിയ ആൾക്കാർ, മനസ്സിലായേ? അപ്പോൾ നിങ്ങൾ ഒന്നുമില്ല, ഞാൻ വിശ്വാസികളല്ലേ, ദൈവം നിങ്ങൾക്ക് മുകളിലുണ്ടെന്നുള്ള വിശ്വാസം നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇരട്ടത്താപ്പ് ഭയങ്കരമാണ് കേട്ടോ നിങ്ങളുടെ.